ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട്. അപ്പോൾ നീറ്റ് എക്സാമിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതിൻ്റെ ആധികാരികമായ കാര്യമൊന്നുമല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. നമ്മുടെ പാരൻസിന് ഉള്ള, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ചെറിയൊരു ഉപദേശം അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ മറ്റ് തലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇത് പറയാൻ ഈ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്പം മുന്നേ ഉത്തരാഖണ്ഡിൽ ഒരു മോള് ആത്മഹത്യ ചെയ്തതായിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടു. ഇന്ന് രാവിലെ പത്രത്തിൽ ഒരു ആത്മഹത്യേൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ദിവസം മുന്നേ കേരളത്തിൽ, നമുക്കറിയാം അല്ലേ, കേരളത്തിൽ ഒരു മോള് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും ഇല്ലേ, എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നി. അപ്പോൾ സത്യം പറയുക വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോള് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുകയാണ് നീറ്റ്. ഒരു വർഷം നമ്മൾ അവൾക്ക് കൊടുത്തതാണ് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൾ ഒരുപാട് ആഗ്രഹിച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ അവൾ പോയപ്പോഴാണ് ആ മേഖല എന്താണെന്ന് ശരിക്കും അവൾ അറിയുന്നത്. അവിടെ എത്തിപ്പെട്ടപ്പോൾ ആ ലോകം അതൊരു ഡിഫറെൻ്റ് തന്നെയാണ് എന്നുള്ളത് അവൾ മനസ്സിലാക്കി. മാക്സിമം അവളുടെ കഴിവിനനുസരിച്ച് എക്സാം എഴുതി മോശമില്ലാത്ത മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്. എങ്കിലും അടുത്ത എക്സാം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഒരു കരിയർ ഗൈഡൻസിൻ്റെ ഒരു ഓഫീസിൽ നിന്ന് എന്നെ ഒരു മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇടയ്ക്ക് വിളിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മോൾക്ക് ടെൻഷനുണ്ടോ എക്സാമിന്, എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, മോൾക്ക് എന്തിനാ ടെൻഷൻ്റെ ഒരു ആവശ്യമില്ല. കാരണം നമ്മൾ ഡോക്ടർ ആവുക എന്നുള്ളത് ഒരു കുട്ടിയുടെ ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു പാരൻറ്റിൻ്റെ ആഗ്രഹമാണ്. അതിലേക്ക് എത്തിക്കാനുള്ള വഴി നമ്മൾ തിരഞ്ഞെടുത്ത് അവർക്ക് ഒരു വർഷ അവസരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർക്കതിൽ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിൽ, എത്തിപ്പെടുന്ന കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് മെറിറ്റിൽ തന്നെ മാർക്ക് വാങ്ങി പഠിക്കുന്ന കുട്ടികൾ, ഓക്കെ, ആ മക്കൾ ഡോക്ടർ ആവണം, ഉറപ്പാണ് ഡോക്ടർ ആവണം. അല്ലാതെ നമ്മൾ ഏകദേശം തട്ടിയും മുട്ടിയൊക്കെ പോയി മെറിറ്റിൽ സീറ്റ് കിട്ടിയില്ല, നമ്മൾ ഒരു പ്രൈവറ്റ് സീറ്റ് വാങ്ങുകയാണ്. സത്യത്തിൽ നമ്മൾ അത്രയെല്ലാം കഷ്ടപ്പെട്ട് വാങ്ങിയിട്ട് ചിലപ്പോൾ കുട്ടികൾക്ക് നീറ്റിന് അത്രയൊന്നും മാർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സീറ്റൊക്കെ എടുക്കുമ്പോൾ എത്രമാത്രം കുട്ടികൾ അതിൽ സക്സസ് ആവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ സക്സസ് ആവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾ ആ ഒരു ടെൻഷൻ ഒരുപാട് അനുഭവിക്കും. എക്സാം ചെയ്യുന്ന സമയത്തൊക്കെ മാർക്ക് കിട്ടുന്നില്ല, കയറുന്നില്ല, വല്ലാതെ വിഷമിക്കും. ഓരോ എക്സാമിനും കുഞ്ഞുങ്ങൾ ഇങ്ങനെ സങ്കടം, എൻ്റെ മോളടക്കം എൻ്റെ അടുത്ത് സങ്കടം പറയും, അമ്മ മാർക്ക് കയറുന്നില്ല അമ്മ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും. അപ്പോഴൊക്കെ നമുക്കും എന്താണ് ഒരാഗ്രഹിച്ച് പോയതല്ലേ, ഓക്കെ ശരിയാവും എന്ന് പറയും. പിന്നെ ഓട്ടോമാറ്റിക് മക്കളിങ്ങനെ ശരിയായി വരും. മാക്സിമം കുട്ടികൾ അവരുടെ കഴിവ് പ്രകടിപ്പിച്ച് തുടങ്ങും. തീരെ പറ്റാത്ത ചില മക്കളുണ്ടാവും. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻസിൻ്റെ ഒരു നിർബന്ധം കൊണ്ട് മാത്രമല്ല, ഫാമിലിയിലുള്ള ഒരു നിർബന്ധം കൊണ്ട് മാത്രം നീറ്റ് സെലക്ട് ചെയ്ത് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മക്കളൊക്കെ ഇവിടെ എത്തിപ്പെടുമ്പോൾ അവർക്ക് ഒരു തരത്തിലും അവരനുഭവിക്കുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ, ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒറ്റക്കാണ് അവരുണ്ടാവുക, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികളാണ് ഉണ്ടാവുക. അപ്പോൾ അവരുടെ കൂടെ വേറെ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ ശരിക്കും ഇങ്ങനെ പഠിച്ച് വേറെ ഒരാളെയും കാണുന്നില്ല, ഒരു ഫോണില്ല, ഒന്നുമില്ല. ആകെ ഫുഡ് കഴിക്കാനും ഉറങ്ങാനും മാത്രം ഒരിത്തിരി സമയം എടുക്കുന്നു. ബാക്കി സമയം മുഴുവനും അവർ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് ശരിക്കും പറയുക വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോക്ടർ മെറിറ്റിൽ ഒക്കെ സീറ്റ് വാങ്ങിയിട്ട് ഡോക്ടറാകുന്ന മക്കളെ സത്യത്തിലില്ലേ ഞാൻ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. വലിയൊരു കഴിവ് തന്നെ വേണം അതിന്. കഴിവല്ല, ഒരു ത്യാഗമാണ് ശരിക്കും ആ കുട്ടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുക, ഇപ്പോൾ മോളൊക്കെ സംബന്ധിച്ച് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത ഉപദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരിക്കലും അവളെ ടെൻഷൻ അടുപ്പിക്കുന്ന ഒരു പാരൻ്റ് അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾക്ക് ഇത് മാത്രമൊന്നുമല്ല, ഡോക്ടർ എന്ന് മാത്രമൊന്നുമല്ല എന്ന ജോലി ഉള്ളത്. ഒരുപാട് മേഖലകൾ, ഈ മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഒരുപാട് മേഖലകൾ കുട്ടികൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തി അവർക്ക് ശോഭിക്കാൻ പറ്റുന്ന ഏതാണ് പ്ലേസ്, അതിലേക്ക് വേണം അവരെ നമ്മൾ കൊണ്ടെത്തിക്കാൻ. അല്ലാതെ ഒറ്റൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ട് ഡോക്ടറായേ മതിയാവൂ എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യിച്ച് അതിലും അപ്പുറത്തോട്ട് വീണ്ടും ചെയ്യിച്ച് മക്കളെ ഇങ്ങനെ ആക്കുമ്പോഴല്ലേ അവർ മാനസികമായിട്ട് തകർന്ന് പിന്നീട് ഒന്നിനും കൊള്ളാത്ത, ഒരു ജോലിയിലും പറ്റാത്ത, ഒന്നും പഠിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ആ കുഞ്ഞുങ്ങളെത്തും. അപ്പം നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ പാരൻസാണ് ശ്രദ്ധിക്കേണ്ടത്. കുട്ടികളെ ഓക്കെ, അവർ വിഷമം പറയുന്നുണ്ട്, നമുക്കാവുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ നിർത്തി, അത് നീ ഏതായാലും എക്സാമിന് കൊടുത്തല്ലേ, നീ എക്സാം എഴുതിക്കോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അതർ ഓപ്ഷൻസ് നോക്കാം. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, മോൾക്ക് വേണ്ടി നമ്മൾ മറ്റുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അതിലേക്ക് അവൾക്ക് ഈ എക്സാം കഴിഞ്ഞാൽ അവളെ അതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസൊക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തായാലും മറ്റൊരു മേഖലയിലേക്ക്, ഇതല്ലെങ്കിൽ മറ്റൊരു മേഖലയിലേക്ക് നമ്മൾ അവളെ കൊണ്ടുപോകും. അത്രയേ ഉള്ളൂ അതിൽ. അല്ലാതെ നമ്മളിങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയും ഒരുപാട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, നമ്മളൊരു ഡോക്ടറെ കാണുന്ന അവരെ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് മക്കളുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിൽ കുട്ടികൾ വേഗം എന്താ ചെയ്യുക, നെഗറ്റീവിലേക്ക് പോവും. ഓട്ടോമാറ്റിക്കലി ട്രോമ വന്ന് ഈ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് അല്ലെങ്കിൽ സൂയിസൈഡിലേക്ക് പോവും. നമുക്കിവിടെ നഷ്ടപ്പെടുന്നത് സത്യത്തിൽ എന്താണ്? ആ കുഞ്ഞ് നമ്മൾ അന്ന് അവർക്ക് ആ ഫ്രീഡം കൊടുത്തിരുന്നെങ്കിൽ, ഇതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്നുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മക്കൾ ഇന്നും നമ്മുടെ കൂടെ ഉണ്ടായേനെ എന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു അവസരം നമ്മൾ ഒരിക്കലും ഉണ്ടാക്കരുത്. അപ്പോൾ കുട്ടികൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ പൈസയൊക്കെ കൊടുത്തിട്ട് പഠിപ്പിക്കുമ്പോൾ കഴിവുള്ള കുട്ടികളാണെങ്കിൽ പൈസ കൊടുത്താലും അവരതിൽ പഠിച്ച് ശോഭിച്ചുകൊള്ളും. പക്ഷേ പലപ്പോഴും എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാരുടെ നിന്നൊക്കെ കാര്യപ്പെട്ട ആൾക്കാർ തന്നെ എനിക്ക് തന്ന മെസ്സേജ്, പലപ്പോഴും MBBS പോകുന്നതിൽ ഒരു 10% കുട്ടികളും സ്കിപ്പ് ചെയ്യുന്ന അവസ്ഥ. അതായത് കുറേ ഭാഗം പിന്നെ അവർക്ക് അതിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റാതെ സപ്ലി എക്സാം എഴുതി ഇങ്ങനെ പോയി. 10 വർഷമാണ് സപ്ലിമെൻ്ററി എക്സാം എഴുതാനുള്ള സമയം. അത് കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യും, കിട്ടിയില്ലെങ്കിൽ? അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എടുത്ത് ചാടി ഡോക്ടർ, അത് +2 പാസ്സായി ഉടനെ ഡോക്ടർ അല്ലെ എൻജിനീയർ, അങ്ങനെ നമ്മൾ ചിന്തിക്കാതെ ഒരുപാട് ജോലികൾ അതിൻ്റെ ബാക്കിൽ, ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ, നല്ല നല്ല സാലറി വാങ്ങിക്കൊണ്ട് നല്ല നല്ല പ്ലേസിൽ നിൽക്കാനുള്ള പല ജോലികളും ഡോക്ടേഴ്സിനെയും എൻജിനീയേഴ്സിനെയും പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും നല്ല രീതിയിൽ കുട്ടികൾക്ക് ശോഭിക്കാൻ പറ്റിയ, കുട്ടികളുടെ ടാലൻറ്റിനനുസരിച്ച് ശോഭിക്കാൻ പറ്റിയ മേഖലകൾ സെലക്ട് ചെയ്യാൻ അവരെ നമ്മൾ സഹായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ തന്നെ നമുക്കെന്നും നമ്മളെ മക്കളെ നല്ല രീതിയിൽ കാണാൻ പറ്റും. നമ്മൾ ഓവർ പ്രഷർ ഒരിക്കലും കൊടുക്കരുത്. കാരണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് ചെയ്തു തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ മക്കൾ മാനസികമായിട്ട് വല്ലാതെ തളർന്നു പോകും. അപ്പോൾ അത് അവരെ ആ കുഞ്ഞു പ്രായമല്ലേ, അവർ 18-19 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ മക്കൾക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തൊരു സമയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ +2 കഴിയുമ്പോൾ പാരൻസും കുട്ടികളും അനുഭവിക്കുന്ന ഒരു അവസ്ഥ അത് കുറച്ച് വലുത് തന്നെയാണ്. കാരണം കുട്ടികൾ +2 വരെ ഒരു ബേസിക് പഠനമാണ്. അത് കഴിഞ്ഞ് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും അവർ ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പഠിക്കുന്നത് പിന്നീടാണ്, +2-ന് ശേഷമാണ്. അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള ഗൈഡൻസ്, ഇപ്പം നല്ല കരിയർ ഗൈഡൻസുകാർ ഇഷ്ടംപോലെ ഉപദേശങ്ങൾ, നല്ല നല്ല കോഴ്സസ് സെലക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. നമ്മളൊന്നും പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒന്നുമില്ല. നമ്മൾ തന്നെ സ്വയം കണ്ടെത്തണം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ഗൈഡൻസ് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഉപദേശങ്ങൾ ചോദിക്കാം, ഏതൊക്കെ കോഴ്സ് സെലക്ട് ചെയ്യാം എന്നുള്ളത് അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഡോക്ടർ എന്നുള്ള ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പറ്റാതാവുമ്പോൾ നമ്മളെ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ എത്രമാത്രം ആഗ്രഹിച്ച് എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും നമ്മുടെ കുട്ടികളെ വളർത്തിയിട്ടുണ്ടാവുക. ഇനിയും നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും, എന്തൊക്കെ അവരുടെ സന്തോഷങ്ങൾ കാണാനിരിക്കുന്നുണ്ടാവും. അപ്പോൾ നീറ്റ് എക്സാമിൻ്റെ പേരിലും ഒരിക്കലും ഒരു കുഞ്ഞും ഇനി ആത്മഹത്യ ചെയ്യാതിരിക്കട്ടെ. ഇനിയിപ്പോൾ ഈ എക്സാം കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഫസ്റ്റ് കഴിഞ്ഞ അറ്റംപ്റ്റിൽ കിട്ടിയ കുട്ടികൾക്ക് ഇനി വരുന്ന അറ്റംപ്റ്റിൽ എത്രമാത്രം അതിലെത്തിപ്പെടാൻ പറ്റും, ഇനി പറ്റിയില്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് വലിയൊരു ടെൻഷനുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എങ്കിലും ഈ ഒരു കാര്യം പാരൻസിന് ശ്രദ്ധിക്കാൻ പറ്റിയ നമ്മൾ ജയിച്ചു. കാരണം നമുക്കിപ്പോൾ നമ്മുടെ ഭാഷയിലുള്ളവരെയല്ലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂ. അപ്പോൾ കേരളത്തിലുള്ള അമ്മമാരോടാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛന്മാർ ചിലപ്പോൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലായി ചിന്തിച്ച് കുട്ടികളെ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്ക് നിർബന്ധിക്കും. പക്ഷേ നമ്മൾ അമ്മമാർ കൂടെ നിൽക്കുക മക്കളുടെ. അവർക്ക് വിഷമം വരുമ്പോൾ അവർ ഇതിനെന്തെങ്കിലും വിഷമങ്ങൾ ഈ ഒരു കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ സങ്കടപ്പെടുത്തരുത്. അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയെങ്കിലും കുട്ടികൾക്ക് വിഷമങ്ങളൊന്നും വരാതിരിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.